ഹലോ, ഗുഡ് മോർണിംഗ് പറയാനാവില്ല കേട്ടാ. സമയം ഏകദേശം ഒരു 11:30 ഇപ്പോഴാണ് എല്ലാവരും എണീച്ചത്. കാരണം ഇന്നലെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിനി കിടക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ പുലർന്നിനി കിടക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എണീക്കാനും നല്ലോണം ലേറ്റായി. ഞാൻ അന്നേരം വിചാരിച്ചിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. ഒരു ഫുൾ ഡേ ഒന്നുമില്ല, കുറച്ച് സമയത്തേക്ക് ഒരു വീഡിയോ. കാരണം ഇപ്പം തന്നെ ഉച്ചയായില്ലേ, ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം രണ്ട് മൂന്ന് ആൾക്കാരും ഇല്ലയെന്ന് തോന്നുന്നു, കുറച്ച് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അവരുടെ പേരെല്ലാം ഞാൻ പറയാട്ടാരാണെന്ന് അങ്ങനെ കമൻറ്റിൽ എന്നോട് പറയണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അനുവാദി ഓൾറെഡി എണീച്ചു. ഇനിയിപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കണം. ഇപ്പം സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമാവും. എന്നാലും നമുക്കതൊരു ശീലം തന്നെയല്ലേ, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരിത് അതൊരു ശീലമായിപ്പോയി. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ബ്രഞ്ചായിട്ട് ലഞ്ച് ആയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ വേണ്ട, എന്തായാലും ഞാൻ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല, അനുവാദിയെല്ലാം ഇല്ലതല്ലേ. പിന്നെ അന്നേരം അങ്ങനെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ചായക്കുന്ന പലഹാരമൊക്കെ ഉണ്ട് അനുവാദി. പണിയാരും ചമ്മന്തിയും. എഴുന്നേറ്റാൽ ആദ്യം എന്താക്കുന്നുണ്ട്? പല്ല് തേച്ചുവാ എന്തേ? അനുവാദിയും രാവിലെ എണീച്ച ഉടനേല് അനുവാദിയും പറയലെന്നാ അറിയാം. ഇത് ഞാൻ മൈക്കിട്ടിട്ടുണ്ട്, നിങ്ങളത് പറഞ്ഞു കേൾക്കൂല. അനുവാദ്യം രാവിലെ തന്നെ പറയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് രാത്രിയെ പറയൂട്ടാ. രാത്രി അന്നേരം കിടക്കുന്ന സമയത്ത് തന്നെ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടാണ് കിടക്കല്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇവരങ്ങനെ പറഞ്ഞതുകൊണ്ട്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, ദോശ കഴിക്കൂല. ദോശ എന്ന് പറയുന്ന സംഭവത്തിൽ ആരും എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദോശ കഴിക്കല്ല, ദോശ ഇഷ്ടമല്ല. കഴിക്കായതൊന്നുമില്ല, എന്നാലും ദോശ ഇഷ്ടമല്ല പൊതുവേ. പൂരി, പണിയാരം, ഇഡലി ഇതുപോലത്തെ സംഭവങ്ങളാണ് ഇഷ്ടം. ഈ ഉഴുന്ന് കൂട്ടിയ നമ്മ പൊതുവേല് മലബാർ, കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗത്തെല്ലാം നമ്മ പച്ചരി കൊണ്ട് നോർമൽ പച്ചരി, തേങ്ങ, ഉള്ളിയെല്ലാം ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ നീർദോശ പറയുന്നില്ലേ, ആ ഒരു ടൈപ്പ് ദോശയാണ് നമ്മുടെ നാട്ടിലെ ഫേവറേറ്റ്. ഉഴുന്ന് ദോശ പറയുന്നത് കുറച്ച് കുറവാണ്. അന്നേരം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉഴുന്ന് ദോശ ഇഷ്ടമല്ല. എൻ്റെ കാര്യം, എൻ്റെ പേഴ്സണൽ കാര്യം. അന്നേരം ഞാൻ അതിനെ പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിക്കുന്ന ദോശ എന്നാണ്. കാരണം ഉഴുന്നിനൊരു തലേ ദിവസം അരച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾക്ക് ഒരു ചെറിയൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്കത് പുളിക്കുന്ന ദോശയാണ്. അതുകൊണ്ട് എനിക്കത് പൊതുവേ ഇഷ്ടമല്ല. ഇഡലി ഇഷ്ടമാണ്, പക്ഷെ ഉഴുന്ന് ദോശ ഇഷ്ടമല്ല. പക്ഷെ നമ്മളെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാന്ന് വിളിക്കുന്നത്, നമ്മളെടുത്താന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ അരച്ച് ചുടുന്ന ഒരു ദോശയാണ് ഈ നീർദോശ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുമായിരിക്കും. അന്നേരം അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ്. മീൻസ് ആള് പറഞ്ഞാൽ വലിയ ഫാൻ അങ്ങനത്തെ ഒന്നല്ല, എന്നാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സാധാരണ ദോശയാണ് ഇഷ്ടം. ഇവർക്ക് പക്ഷെ നേരെ തിരിച്ചിട്ടാണ്. അതുകൊണ്ട് എൻ്റെ നോർമൽ ദോശ ഇടാൻ വേണ്ടിയിട്ട് വലിയ റിസ്ക് ആണ്. മൂക്ക് മാത്രം കാണിക്കുന്നുണ്ടായാലും അത് ഇങ്ങോട്ട് പാവനോ, ഇങ്ങോട്ട് വാ. എന്നിട്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു ഇഡലി മാവ് വാങ്ങിച്ചതാണ്. ഇവർക്ക് ഓരോരോ സമയത്ത് പെട്ടെന്നൊരു ഭ്രാന്ത് തോന്നലാണ്. അന്നേരം ഇന്നലെ ഞാൻ നെയ് റോസ്റ്റ് ആക്കിയതല്ലേ, നെയ് റോസ്റ്റ് ആക്കി. പിന്നെ ഇത് അതിൻ്റെ ബാക്കിയുള്ള ബാറ്റർ ഉണ്ട്, മാവുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചൂടാം, പണിയാറുണ്ടാക്കാം. പണിയാറ് ചമ്മന്തി. ഞാൻ പറഞ്ഞ സമയം 11:30 കഴിഞ്ഞു. എഴുന്നേറ്റ് ഇതിൻ്റെ ഫുള്ള് ഹാങ് ഓവർ മൊത്തം ഉണ്ട്. നല്ലോണം ഉറങ്ങിയതല്ല, ടൈം കറക്റ്റ് തന്നെ. പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ടാണ്. അന്നേരം നമുക്ക് പണിയാറുണ്ടാക്കാനുള്ള സംഭവമെല്ലാം റെഡിയാക്കാം. അതിന് ആദ്യം ഞാനിതിൽ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ നമുക്ക് എന്തിടാം, വറവിടണം. ഉള്ളി, കടുക്, ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില ഇതെല്ലാം ഇടാം. പക്ഷെ അനുവാദിക്കും പൊതുവേല് ഉള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉള്ളി ഇടണം. അനുവാദി വേണ്ടല്ലോ, ആദ്യം ഇതില് ഇങ്ങനെ വഴറ്റിട്ട് തേങ്ങ ഇടലില്ല. ഓൾറെഡി ചമ്മന്തി ഇറക്കുന്നുണ്ടല്ലോ, വേണ്ട കടുക് ഇടാം അല്ലേ. അതുകൊണ്ട് നമുക്ക് കടുകും ബാക്കിയുള്ള സാധനങ്ങളും ഇടാട്ടാ. ഓക്കെ, സോറി. എന്നാ പിന്നെ ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. നിങ്ങൾ പോയി പല്ല് തേക്കൂ കുട്ടികളെ. ഇത് അതിൽ ഇതാവൂല, ഇത് ട്രൈപോഡിന്റെ സാധനമാണ്. അത് എടുത്തിട്ട് വന്നിന് അത്
പിന്നെ നമുക്ക് കടുക് വറുക്കാനുള്ള സാധനം എടുക്കാം കേട്ടോ. അല്ലേ ചോ ഒരു മുടി കെട്ടു ഏട്ടാ. പെണ്ണായാലും ആണായാലും എല്ലാം എടുക്കുക. ഇവിടെ ഇല്ല എന്തുണ്ട് പൊള്ളിക്കുന്നുണ്ട്. പൊള്ളിയാല് ഞാൻ കണ്ടടോ. ഓക്കെ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നെ ഇപ്പൊ കാണിക്കാനാവില്ല, ഞാനിത് ക്യാമറ അങ്ങോട്ട് തെറ്റിട്ട്. കടുക് അറിയാം എനിക്ക്. കടുക് ഇടുമ്പോ എന്താവും? പൊട്ടും. ഓക്കെ, കടുക് ഇടുന്നുണ്ട്. ഇട്ടിട്ടുണ്ട്. വെയിറ്റ്. ഇതിന് വേണ്ടി ഇളക്കി കൊടുത്താൽ ഇതിന്റെ ആവശ്യം ദൂരം നിന്നോ. പൊട്ടിക്കഴിഞ്ഞാൽ ചെറുങ്ങനെ പൊള്ളൂലേടോ. ഇനി വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഒഴിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുടി ഇടുന്ന ഒഴിക്കല്ല, കിളി ഹെയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അത് നമ്മ പണ്ടേ കൊണ്ടേ വിട്ട ട്രിക്കാന്ന്. ഇങ്ങനെ കളി ഹെയർ ആക്കരുത്. രാത്രി പടിഞ്ഞു വെച്ചിട്ട് എവിടെയെങ്കിലും പോവാനുണ്ടെങ്കില് പണ്ട് നമ്മളെ അമ്മയെല്ലാം ചെറിയ ഇപ്പൊ ലൈറ്റ് കളറെല്ലാം വരുന്നത്. പിന്നെ രാത്രി നമ്മളിങ്ങനെ ഇങ്ങനെ 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 ചുറ്റി ചുറ്റി വെക്കും. ചുറ്റിട്ട് വെക്കുവേ. രാവിലെ ഇനിയിപ്പോ ഓൾറെഡി കുറച്ചൊരു ഇഡലിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണില്ലേ. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അതിൽ തന്നെ ആയാലും കുഴപ്പമില്ല കേട്ടോ. പണിയാരം അറിയായിരിക്കുമല്ലായിരിക്കും. അതുപോലെ ഞാൻ ഏതോ ഒരു ഡേ മൈ ലൈഫിലോ ഇതിലോ ഞാൻ പണിയാരം ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? ആ, വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. വെള്ളത്തിന്റെ ആവശ്യമില്ല. അവിടെ ഉണ്ടാവും, അപ്പുറം ഉണ്ടാവും. പോയിട്ട് അപ്പുറത്ത് പോയിട്ട് കിട്ടുമ്പോൾ ഇവിടുന്ന് ആട് കളിന്ന് കെട്ടാൻ വെള്ളം. അല്ലാതെ ക്യാമറ വീഡിയോ എടുക്കുന്നോണ്ട് നല്ല കുട്ടിക്ക് വരുന്നു കേട്ടാ. വെള്ളം എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടാ. ഒന്നാമത് ഇത് ഫ്രിഡ്ജിൽ വെച്ചതല്ലേ, കുറച്ചൊരു കട്ടിയുണ്ട്. രണ്ടു ദിവസം ഇവിടെ മഴക്കാറേ. അങ്ങനെ ഇപ്പോൾ ഇന്നും അത്ര വലിയൊരു നല്ല ക്ലൈമറ്റ് ഒന്നും അല്ല. കാണാൻ സാധ്യതയില്ല അല്ല, കാണിക്കാം കേട്ടാ. അങ്ങനെ വലിയ നല്ല അടിപൊളി ക്ലൈമറ്റ് ഒന്നും അല്ല. അതുകൊണ്ട് പിന്നെ വാഷ് ചെയ്യാനെല്ലാം കുറേ ഉണ്ട്. ഇന്ന് എന്തെല്ലോ പണിയുണ്ട്. കാരണം വാഷ് ചെയ്യാൻ കുറേ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലും കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും, ന്യൂസിലെല്ലാം കണ്ടിട്ട് ഇവിടെയെല്ലാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഞാൻ UAE-ലാണ്. ന്യൂസിൽ കാണുന്നവർക്ക് അറിയാം UAE-ൽ എന്താണ് അവസ്ഥ ഇല്ലത് ഇപ്പം എന്നുള്ളത്. പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അന്നേരം അതുകൊണ്ട് തന്നെ മുകളിൽ അല്ലെങ്കിൽ എല്ലാം തുണിയെല്ലാം മുകളിലാണ് അറിയിടാൻ പോലെ, ഉണങ്ങാനിടാൻ പോലെ. പക്ഷെ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ട് മുകളിലേക്ക് ചേട്ടൻ ആദ്യം പറഞ്ഞു സ്റ്റാൻഡെല്ലാം താഴേൻ്റെ എടുത്ത് വെച്ച് തരാം. കാരണം മീൻസ് ഒരു 10-13 വയസ്സായല്ല, കുറച്ച് ക്രൂഷ്യൽ സ്റ്റേജിലൂടെയാണല്ലോ പൊതുവേ എല്ലാ ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യ ടോട്ടലായിട്ട് കടന്നു പോകുന്നത്. പൊതുവേ ഇത് ഗൾഫ് രാജ്യങ്ങളിലെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഡ്യൂട്ടിക്ക് ചേട്ടൻ പോകുന്നതല്ലേ, നേരം ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട, വിരിച്ചിടാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് താഴെ എടുത്ത് വെച്ചിട്ടാ. അതുകൊണ്ട് എനിക്ക് ഒരു തൃപ്തിയില്ല. മീൻസ് നമ്മ വെയിലത്ത് ഡ്രസ്സെല്ലാം ഉണങ്ങാനിടുന്നത്. പിന്നെ ഇപ്പം 2-3 ദിവസമായിട്ട് ഫുൾ മഴക്കാറ്, 3-4 ദിവസമായി മഴക്കാറ്. ഇന്ന് ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് അനുസരിച്ചെല്ലാം മുകളിൽ വിരിച്ചിട്ടാലോ എന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. പിന്നെ
അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, എന്നാലേ ഉണങ്ങി നല്ല വൃത്തി നല്ല ഉണങ്ങിയിട്ട് കിട്ടൂലേ. ഇതിപ്പം വീടിന് താഴെ വെച്ചുകൊണ്ട് ബാൽക്കണിയിൽ വെക്കില്ല, കുറവാണ്. കാരണം അവിടെ പക്ഷികളിലുണ്ട്, ലവ് ബേർഡ്സും ഫിഞ്ചസും എല്ലാം ഉണ്ട്. പിന്നെ ചെടികളും എല്ലാം ഉണ്ട്. അന്നേരം ഈ രോമം കൊണ്ട് അലർജി എന്തെങ്കിലും വരണ്ടാവുകൊണ്ട് ഞാൻ ബാൽക്കണിയിലിടല്ലോ. ഒരു റൂമിലാണ് വെക്കല്. കിടക്കില്ല, ആ റൂം കിടക്കാത്ത റൂമാണ്. ആരും മീൻസ് നമ്മ കിടക്കുന്ന റൂമിലല്ല, അങ്ങനെയാ വെക്കല്. ഇനിയിപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ, മഴക്കാറുണ്ടോ ചോദിച്ചാൽ ഇപ്പത്തെ നമ്മുടെ നാട്ടിലെ പോലെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മ വിരിച്ചിടുന്നത് കാണുമ്പോൾ മഴക്കാറ് വരുവേ, അത്ര സമയം വെയിലുണ്ടെങ്കിൽ. അന്നേരം ഞാൻ മറ്റേ ബെഡ്ഷീറ്റ് ആരായിട്ടിട്ടുണ്ടായി. ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ താഴെ എത്തുമ്പോ ഫുള്ള് നല്ല വെയിലാണ്ടായിരുന്നു. എന്നാടും മഴക്കാറ് വന്നു. അതുകൊണ്ട് പിന്നെ മടിയാണ്, പക്ഷെ കുറെ ആശയാലും ഉണ്ട്. നോക്കട്ടെ, നമുക്കിതാ ഇത് കഴുകിയിട്ട് അതിന് അടിപൊളിയായല്ലോ. പണിയാലോ കഴിക്കൊണ്ടിരിക്കുന്നു. ചമ്മന്തിയായ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ തേങ്ങ വേണം. ഈ കടുകളിടുമ്പോ സന്ധി ടേസ്റ്റ് ഉപ്പ് നോക്കിക്കോ. ഒരാളുടെ പണിയാരത്തിന്റെ മാവിന്റെ ചമ്മന്തിയുടെ പിന്നെ കടുകെടുത്തിട്ട് പണിയാരം ഇങ്ങനെ ചമ്മന്തി അല്ലാന്ന് ചമ്മന്തി തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ചമ്മന്തി ഓൾറെഡി ആയാ പിന്നെ ഞാനിങ്ങനെ തേങ്ങയായിരുന്നു. അത് ഇത് പറങ്കി നട്ടതിന്റെ നട്ടതാണ്. പറങ്കിയോ നല്ലതിൽ ബോളാണ് സാധനം വരുന്നുണ്ടല്ലോ. മറ്റേ ഇതാ മറ്റേ കുരുമുളകല്ല, മാങ്ങ തേങ്ങ ചെടിച്ചട്ടിയില് പാകാം. അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ തേങ്ങ ചെടിച്ചട്ടിയിലല്ല. ഇതിന്റെ ഇത് ചില്ലിയാന്ന് പറഞ്ഞിട്ട് മുളക് പറങ്കിയാന്ന് പറഞ്ഞിട്ട് നട്ടതാണ്. ചില്ലിയാണ് മറ്റേ കുരുമുളക് അതിന്റെ പേര് ക്ലോണാ. ഇത് പറഞ്ഞൊന്നല്ല, അത് പുളിന്ന് പറഞ്ഞത് പുളിങ്കുരുവാ പറ്റുന്നുണ്ട്.
പിന്നെ ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ജാറിലേക്ക് ഇടേനെ. ഞാൻ തേങ്ങയും ഒരു മുളകും, പച്ചമുളക് അതും കൂടിയിട്ടാ ഇട്ടിട്ട് അരക്കല് കേട്ടാ. ഞാൻ പുളിയോ അങ്ങനത്തെ ഒന്നും, ഒരു കഷ്ണം ഉള്ളി ഇടുവേ. പക്ഷെ ഇന്ന് പിന്നെ അനുനിയാദിക്കും വെറും തേങ്ങയും ഉപ്പും മാത്രം ആയിക്കഴിഞ്ഞാൽ അവരെ ചമ്മന്തിയായി. എന്നിട്ട് ആദ്യം പറങ്കി ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് അതിൻ്റെ വാൽ ഭാഗം അടിവശം മാത്രം ഇട്ടു കേട്ടാ. കാരണം തലഭാഗം ഇടുമ്പം എരിവ് കൂടണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യം അനുവും അതിൻ്റെ ഇടയിൽ, ഇത് ആദ്യമാണേ, ഓള് എല്ലാം റെഡിയായി കുളി വല്ല ഫുള്ള് ഫേസെല്ലാം വാഷ് ചെയ്ത് പല്ലെല്ലാം തേച്ച് മുടിയൊക്കെ കെട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ആ പണിയാരെല്ലാം റെഡിയായി. പണിയാരും ചമ്മന്തിയെല്ലാം റെഡിയായി. ആദ്യം 2 സെറ്റ്, ഒരു സെറ്റിൽ 7 എണ്ണം ആയില്ലേ കേട്ടാ. അന്നേരം അങ്ങനെ 2 സെറ്റാക്കിയിട്ട് വെച്ചു. എന്നാൽ പിന്നെ അവർക്ക് വേഗം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ എവിടെയാ അങ്ങോട്ട് പോയതാണ് കേട്ടാ, ഹാളിലേക്ക് എന്തിനോ പോയതാണ്. ആ സമയത്ത് അവർ ക്യാമറ ഓണാക്കി അവർ തന്നെ വിളമ്പുന്നുണ്ടേ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇത് കണ്ടത്. ഞാൻ പിന്നെ പണിയാരത്തിൻ്റെ മാത്രമല്ലേ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് അവിടെ വെച്ചതേ ഉണ്ടായി. പക്ഷെ അനു ആദ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒപ്പിച്ചത് ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടിട്ടുണ്ടായതേ. പിന്നെ അവരെന്നെ അതെല്ലാം എടുത്തിട്ട് കണ്ട ആദ്യമാണ് കേട്ടാ. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇവരെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സമാധാനത്തിൽ ഇരിക്കാനാവൂലേ. വെള്ളമെല്ലാം കൊണ്ട് കൊടുത്തിട്ട് രാവിലെ ചായ കുടിക്കുന്ന ശീലം പൊതുവേ കുറവാണ്. ഒരു സമയത്ത് മൂടുണ്ടെങ്കിൽ മാത്രമേ ചായ എല്ലാം കുടിക്കും. അനുവാദം പൊതുവേ ചായ കുടി കുറവാണ്. ചായ കാപ്പിയെല്ലാം പൊതുവേ കുറവാണ്. അന്നേരം പിന്നെ അവർക്ക് വെള്ളമെല്ലാം കൊടുത്ത് ഫ്ലാസ്കിൽ വെള്ളമെല്ലാം കൊടുത്ത് സെറ്റാക്കി. ഫ്ലാസ്ക് ആകുമ്പം ഈസിയാണ് കേട്ടാ. ഗ്ലാസ്സിൽ കൊടുക്കുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ വീട്ടിൽ ഇരിക്കൽ ഒരു ശീലമില്ല. ആൾക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ടേബിളിൽ യൂസ് ചെയ്യുന്നതല്ലാണ്ട് ഡൈനിങ് ടേബിളിൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് കഴിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഞാൻ കഴിക്കാനാവുമ്പോഴേക്ക് അവർ കഴിച്ചിട്ട് എണീച്ചു. ഞാൻ പിന്നെ ടി വിയും കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉച്ചയായി കേട്ടോ ഏകദേശം സമയം. അനുവാദിയും വീഡിയോ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ നല്ല ഡാൻസെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കമൻറ്റില് ഒരു പേര് മെൻഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനേ. ആ പേര് ഞാനിവിടെ പറയാട്ടാ. സന്തോഷമായിക്കോട്ടെ അല്ലേ. ഫിദ ഫൈസു എന്നാണേ അക്കൗണ്ട് നെയിം ആണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഫിദ എന്ന് പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്നാ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് ഡോൺ ബെനിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്ന്. എനിക്ക് ശരിക്കും എന്നാ പേര് എന്നൊന്നും അറിയില്ല. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പേര് പറയണം കേട്ടാ. കാരണം എനിക്ക് ആ ഒരു അക്കൗണ്ടിന്റെ നെയിം മാത്രമല്ലേ പറയാൻ പറ്റൂലൂ. അതുകൊണ്ട് എന്നാ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വൃത്തിക്ക് പറയാം കേട്ടാ.
ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കേട്ടാ. അവര് വരച്ച ചിത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇത് നിങ്ങളെ ഒഴികെ ബാക്കി എല്ലാവരും ഇവരിവിടെ കാണിച്ചു കേട്ടോ. നാട്ടിലായാലും വിളിക്കുന്നവരെ എല്ലാവരും വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചു കൊടുത്തുവേ. പിന്നെ അന്നേരം പിന്നെ ഇപ്പം നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വേഗം എല്ലാം എടുത്തതാണ്. ഇതിപ്പോ വെക്കേഷൻ തുടങ്ങിയല്ല, പിന്നെ വേറെ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിത്രമെല്ലാം വരക്കുന്നുണ്ട്. ഏകദേശം എല്ലാം ദൈവത്തിന്റെ ചിത്രമാണ് കേട്ടോ വരച്ചിട്ടുണ്ടായത്. ശിവനായാലും ശ്രീകൃഷ്ണനായി കഴിഞ്ഞാലും ഗണപതി ആയിക്കഴിഞ്ഞാലും അന്നേരം മറ്റോള് ഇതിലേ ഉലാത്തുന്നത് കണ്ടോ ബാക്കിന്ന്. അവളത് എവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത് മൂപ്പത്തിക്ക് ഓർമ്മയില്ല, അവസാനം കിട്ടിപ്പോയിട്ടാ. അങ്ങനെ അവളത് കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ കാണിക്കാൻ നിൽക്കുന്നേ. അങ്ങനെ ഹനുമാനും ഒക്കെ ഉണ്ട്. അനു വരച്ചത് ഇത് അനുവാണേ. ആദ്യം കാണിച്ചത് ആദ്യം ഇത് അനുവാണ് കേട്ടാ. നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം. മനുവിൻ്റെയും അതീൻ്റെയും ചിത്രം വരച്ചത് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടാ. അനു ആദ്യം ആ കമൻറ്റ് വായിക്കുന്നതായിരിക്കും, അതിന് റിപ്ലൈ ഇടുന്നതായിരിക്കും. അനു ആദ്യം റിപ്ലൈ ഇടുന്നതായിരിക്കും. ഏകദേശം എല്ലാ കമൻറ്റിനും ഞാനാ റിപ്ലൈ ചെയ്യലേ. പക്ഷെ അവർ കമൻ്റ് എല്ലാം വായിക്കലുണ്ട്. അവർ ടി വിയിൽ അവർ കമൻ്റ് എല്ലാം നോക്കലുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സമയം ചായ എല്ലാം കുടിച്ചിട്ട് അനുവാദി സൈഡായി. ഞാനും ഇങ്ങനെ ഇരുന്നു. എനിക്ക് രാവിലെ തൊട്ടേല് ഒരു ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ളൊരു തലവേദനയുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെതെല്ലാം തോന്നുന്നു, ഒരു ലെവലാവാത്തോണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഡേറ്റ്സ് ഉണ്ട്. ഈ ഡേറ്റ്സിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത സാധനം എന്തെന്നാണെന്ന് ഒന്ന് കമൻറ്റ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അത് വിചാരിക്കാത്തൊരു സാധനമാണേ, ഒട്ടും വിചാരിക്കാത്ത സാധനമാണ്. പിന്നെ ഓൾറെഡി എനിക്ക് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്നത്തെ. ഈ ഉണക്ക ചമ്മന്തി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. അത് നങ്കില്ലേ, ആ നങ്ക് ഉണക്കാണേ. ബാക്കിയുള്ളതെല്ലാം ഇന്നലത്തെ കറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചിക്കൻ കറി ആയാലും പുളിശ്ശേരി ആയി കഴിഞ്ഞാലും വഴുതനങ്ങ ഉപ്പേരി ആയാലും പയറ് കറിയാണെങ്കിലും അച്ചാർ പിന്നെ ഓൾറെഡി ഉണ്ട്. ഉണക്ക ചമ്മന്തി മാത്രം ഞാൻ ഉണ്ടാക്കി. കാരണം എനിക്ക് ഒട്ടും ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു തലവേദനയാണ് ഉണ്ടായത്. ഇങ്ങനെ ഈ ഒരു തലവേദന. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒന്നും വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി കുറച്ച് കഴിയുമ്പം. അതുകൊണ്ട് അധികം ഞാൻ പിന്നെ അതിന് ശേഷം അധികം ഞാൻ വീഡിയോ എടുക്കാനോ അതിൻ്റെ ബാക്കിയുള്ള ഒരു പണിയും തീർന്നിട്ടുമില്ല കേട്ടോ. ഞാനിങ്ങനെ അവിടെ ഇവിടെ ഇരുന്ന് സമയം കളയുന്ന കണ്ടായിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ തന്നെ അജയേട്ടൻ വന്നു കേട്ടോ. അന്നേരം അജയേട്ടൻ ഓൾറെഡി വിളിച്ച സമയത്തേ തലവേദന എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞു വീട്ടിൽ നിന്ന് അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ. എന്നോട് പറഞ്ഞു നീ ഞാൻ വരുമ്പോഴേക്ക് റെഡിയായി നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി. അനുവാദിയും ഷൂവും ചെരുപ്പെല്ലാം ഇടുന്നുണ്ട്. നേരെ പോയത് സിറ്റി സെന്ററിലേക്കാണ്. എനിക്ക് ഒട്ടും വയ്യാണ്ട് ഉണ്ടായത് കേട്ടോ. എനിക്ക് വല്ലാണ്ട് തലവേദന. അതിങ്ങനെ ഒരു വളരെ പെയിൻഫുൾ അല്ല, ഇങ്ങനെ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു തലവേദന, നമുക്കിങ്ങനെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു തലവേദന. പൊതുവേ എനിക്ക് ഞാൻ വെള്ളം കുടിക്കലെല്ലാം കുറവായി കഴിഞ്ഞാൽ എനിക്ക് വരുന്നതാണേ. ഇനിയിപ്പോൾ അതാണോന്നും അറിയില്ല. പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അനുവാദിനെയും കുറച്ച് ഫോട്ടോയെല്ലാം എടുത്തു. 36 ഇന്ന് ഞാൻ പറഞ്ഞല്ലോ രാത്രി തലേന്ന് നല്ലോണം ലേറ്റ് ആയി ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞാലോ ബാലൻസ് ആവണം അത്ര ഉറക്കാലോ. അതിൻ്റെതാന്ന് തോന്നുന്നു. സമയം ഒരു 7 മണി ആ സമയത്തായതേ ഉള്ളൂ. പക്ഷെ നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഇത് ഇവിടത്തേക്ക് പോകുന്നതെന്ന് അറിയും മിനിസോയിലേക്കാണേ. നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേല് അജ്മാൻ സിറ്റി സെന്ററിൽ ഇവർ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്വിഷി കണക്കത്തത് സ്ട്രെസ് റിലീഫിന്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അത് അന്ന് പിന്നെ വാങ്ങിക്കണ്ട എന്തിന് വെറുതെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അന്നേരം ഇവര് ഭണ്ണാരം മീൻസ് ഭണ്ണാര പൈസ ഇടുന്ന ഭണ്ണാരം അല്ലേ, അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവര് ആദ്യം പറഞ്ഞത് ഈ ഒരു സാധനമാണ്. പക്ഷെ അന്ന് പോയ സമയത്ത് ഇതിന് 19 റംസ് 19.99 ഉണ്ടായത്. ഇപ്പം പോയ സമയത്ത് അതല്ല, ഓരോന്നിനും ഒരു റേറ്റ് ആണ്. പക്ഷെ ഒരു 9.90 ഫിൽസ് അങ്ങനെ 9.90 ഫിൽസ് ആ ഒരു റേറ്റിന് ഇത് എനിക്ക് തോന്നുന്നു 12 ആണെന്ന് തോന്നുന്നു. മുകളിലുള്ളതെല്ലാം 9-10 ആ ഒരു റേറ്റിൽ ഇല്ലേ. ഇത് സ്ക്വിഷി ടൈപ്പ് സ്ട്രെസ് റിലീഫിന്റെ സംഭവം കണ്ടിട്ടുണ്ടായിന്. പിന്നെ അവരെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്നതുകൊണ്ട് അവരധികം റേറ്റിന് എടുത്തിട്ടില്ല. നോട്ട് ദ പോയിന്റ്. അവരെ കയ്യിലുള്ള പൈസ ചെലവാകുന്നതുകൊണ്ട് ഇങ്ങനെ വേഗം എല്ലാം സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോന്ന്. അങ്ങനെ അവസാനം കുറേ സമയത്തെ സെർച്ചിങ്ങിന് ശേഷം അവര് ഒരുപോലത്തെ രണ്ടെണ്ണം എടുത്തു ട്ടാ. ഇതെന്ത് സംഭവം എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായില്ല. നല്ല രസമുണ്ട്, നല്ല ടച്ച് ചെയ്യാൻ നല്ല സുഖമുണ്ടേ. പക്ഷെ പിന്നെ കണ്ട റേറ്റ് വരുന്നത് 9.90 ഇത് കണ്ടു റേറ്റ്. ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. പിന്നെ ഈ സാധനത്തിന്റെ മുകളിലെ ആ ഒരു സംഭവം വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലായത് സ്ട്രെസ് റിലീഫ് ആണ് എന്നുള്ളൊരു സംഭവം മനസ്സിലായത് കേട്ടാ. പക്ഷെ നല്ല രസമുണ്ടായി കണ്ടാ നിങ്ങൾക്കത്.
അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടാ നല്ല ഭംഗിയുണ്ട്. അതാ കവർ ഞാൻ പിന്നെ വിചാരിച്ചു കവർ നയിക്കാൻ പറ്റില്ലാന്ന്. കാരണം കൈക്ക് പറ്റുന്ന പോലെ നമുക്ക് തോന്നും കാണുന്ന സമയത്ത്. പക്ഷെ അത് കവർ നയിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു സ്മൈലി ടൈപ്പിലെ ബോൾ ഉണ്ടാവില്ലേ? നാട്ടിലെല്ലാം ഇങ്ങനെ പൊതുവെ നാട്ടില് നല്ല പൊതുവെ സ്ട്രെസ് റിലീഫിന് അതിന്റെ വേറൊരു ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് ടച്ച് ചെയ്യാനും എല്ലാം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറേ എണ്ണം കാണുമ്പോൾ അനുവിൻ്റെ അതിന്റെ വലിയൊരു കൺഫ്യൂഷനാണ് കേട്ടോ ഇത്. ആകെ ഒന്നേ രണ്ട് സാധനം മാത്രമേ ഇല്ലെങ്കിൽ ഇവർക്ക് എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുറേ എണ്ണം കാണുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ മൊത്തം വരുന്നത്. ഒന്നെടുത്തു പിന്നെ അത് അവിടെ വെച്ചു. അപ്പോൾ അവസാനം രണ്ടുപേരും സെപ്പറേറ്റ് വേറെ വേറെ മോഡൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്നിൽ ഫിക്സ് ആക്കിയിട്ട് അവര് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരേ. ദാ ഈ ഒരു ബർഗർ ബണ്ണിന്റെ ഒരു ഷേപ്പിലുള്ള സാധനം എടുത്തിട്ട് കാരണം ഇത് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയെല്ലാം അധികം തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് ചെറിയ പരന്ന ഷേപ്പ് ആയതുകൊണ്ട് അധികം ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞു ഒന്ന് റൗണ്ട് അടിക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഇതിന്റെ അകത്തേക്കെല്ലാം ഒന്ന് കേറിയിട്ടാ. എനക്ക് ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട് ക്യൂട്ടായിട്ട് സംഭവങ്ങൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ ഒരു തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ക്യാരി ഫോറിലേക്ക് ഒന്ന് എത്തി നോക്കി. അവിടുന്ന് നേരെ വീട്ടിലേക്ക് വിട്ടുപോയി. ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ ഓൾറെഡി. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ തുറന്ന് നോക്കി. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യാണ്ടുണ്ടായിനെ. ഞാൻ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് കിടന്ന് കാലെല്ലാം നീട്ടി വെച്ചിട്ട് ഇരുന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടാ. പിന്നെ അനുവാദ്യം കുറച്ച് നാളായി ആഗ്രഹിച്ചു നിന്ന സാധനമായിരുന്നു. അന്നേരം അതിന്റെ എക്സൈറ്റ്മെന്റ് മൊത്തം ഇതിലുണ്ട് കേട്ടാ. എന്നാ പിന്നെ ആയിക്കോട്ടെ. വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടാ. ബൈ ബൈ.